നിങ്ങളുടെ ബലഹീനതകൾ മറ്റുള്ളവരോട് വെളിപ്പെടുത്തരുത്. കാരണം ആളുകൾ പലപ്പോഴും നിങ്ങളുടെ ബലഹീനതകൾ തെറ്റായ സമയത്ത് സ്വന്തം നേട്ടത്തിനായി ഉപയോഗിക്കുന്നു. നിങ്ങൾ എന്തു ചെയ്യണമെന്ന് മറ്റൊരാളാണ് തീരുമാനിക്കുന്നത് എങ്കിൽ നിങ്ങൾ ജീവിച്ചു തീർക്കുന്നത് അയാളുടെ ജീവിതമാണ്. നിങ്ങൾക്ക് സ്വന്തമായി ജീവിക്കണമെങ്കിൽ തീരുമാനങ്ങളും സ്വന്തമാവണം. ഒരു മനുഷ്യന് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാൻ കഴിയില്ല. സങ്കടം, ദേഷ്യം, നിരാശ, ഉത്കണ്ഠ ഇതെല്ലാം മനുഷ്യർ അനുഭവിക്കുന്നത് തന്നെയാണ്. മനസ്സിന് താങ്ങാവുന്നതിലും കൂടുതൽ സങ്കടങ്ങളുണ്ടായാൽ നമ്മൾ അറിയാതെ തന്നെ മാറിപ്പോകും. വെറുപ്പും ദേഷ്യവുമായി അത് പുറമേ പ്രതിഫലിച്ചെന്നും വരാം. അല്ലെങ്കിൽ മൗനം കൊണ്ട് സ്വയം കീഴടങ്ങും. നിങ്ങൾ എത്ര തവണ ചതിക്കപ്പെട്ടാലും മറ്റുള്ളവരെ ചതിക്കാൻ പഠിക്കരുത്. അവരുടെ പാപത്തിൻ്റെ ഫലം അവർ തന്നെ അനുഭവിക്കും. സ്നേഹം വിളമ്പിക്കൊടുക്കുക, പക്ഷേ വാരിക്കൊടുക്കരുത്. ഉണ്ടു നിറഞ്ഞാൽ പിന്നെ കഴിക്കുന്നവർക്ക് മടുത്തു തുടങ്ങി എന്ന് വരാം. ജീവിതത്തിലെ നേട്ടങ്ങൾ മാത്രം വിലയിരുത്തുകയാണെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും തൃപ്തനായിരിക്കും. എന്നാൽ ജീവിതത്തിൽ ഇല്ലാത്തതിനെ അന്വേഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തൃപ്തിയുണ്ടാകില്ല. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം നന്നാവാൻ നോക്കുന്നവരേക്കാൾ തരം താഴ്ന്നവർ വേറെയില്ല. മറ്റുള്ളവരുടെ അഭിപ്രായത്തേക്കാൾ സ്വന്തം മനസ്സമാധാനത്തിന് പ്രാധാന്യം നൽകുക. സ്വന്തം കാര്യം ഭദ്രമാക്കാതെ മറ്റുള്ളവരുടെ കാര്യത്തിൽ കൂടുതൽ ആത്മാർത്ഥത കാണിക്കുന്നവരാണ് പിന്നീട് വിഡ്ഢികളായി മാറുന്നത്. നിങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾ വിചാരിച്ചാലും നിങ്ങൾക്ക് കഴിയില്ലെന്ന് നിങ്ങൾ വിചാരിച്ചാലും നിങ്ങളുടെ ചിന്തകൾ ശരിയാണ്. ചിന്തയാണ് എല്ലാത്തിനും അടിസ്ഥാനം. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ നിങ്ങൾ അതായിത്തീരുന്നു. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം. അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണം എന്ന് നിർബന്ധമില്ല. മനുഷ്യൻ്റെ മനസ്സ് വളരെ വികൃതമായ ഒന്നാണ്. അത് കിട്ടിയതിനെ ഓർത്ത് സന്തോഷിക്കില്ല, കിട്ടാത്തതിനെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക. കാരണം അവരൊന്നും ജീവിതാവസാനം വരെ നിങ്ങളുടെ കൂടെ കാണുമെന്ന് ഒരുറപ്പുമില്ല. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് മാത്രം ചെയ്യുക. സ്വർണത്തിൽ തീർത്ത ഒന്നിനെ ആരോപണങ്ങളാൽ മറ്റുള്ളവർക്ക് കളങ്കിതമാക്കാം. എന്നാൽ അതിൻ്റെ ഗുണത്തിനോ മഹിമയ്ക്കോ ഒരു കോട്ടവും പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആരെങ്കിലും നിങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. അവരാണ് നിങ്ങളെ എങ്ങനെ ആ കുഴി ചാടിക്കടക്കണം എന്ന് പഠിപ്പിക്കുന്നത്.